ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് എന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അളവൊക്കെ നല്ല കൃത്യമായിട്ടിരിക്കണം, എന്നാലേ വെള്ളയപ്പം ശരിയായി കിട്ടുകയുള്ളൂ. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ, ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തത്. അപ്പോൾ അതേ അളവിൽ ആ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് തേങ്ങ ചിരവിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ചോറാണ്. നല്ല വൈറ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് ചോറ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ്സിനടുത്ത് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വെള്ളമൊഴിച്ച് ലൂസായി പോകരുത്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും മടിയാണല്ലോ. തലേന്ന് തന്നെ അരച്ച് വെക്കണം, കപ്പി കാച്ചണം, അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ചെയ്യൽ. ഇതാവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് സോഫ്റ്റ് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഈ മാവ് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 8 മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പാനിലേക്ക് മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിട്ടിരിക്കണം ഇത് കുക്ക് ചെയ്യേണ്ടത്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളപ്പം ഫസ്റ്റത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വെക്കരുത്. ഇതുപോലെ
ഒന്ന് കുമിളകൾ വന്നതിന് ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം. നമ്മുടെ വെള്ളപ്പം എല്ലാം ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല ഗ്രീൻ ബീൻസ് കറിയും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളയപ്പം. നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.